മഹാനായ ഇമാമുന റംലി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഫത്വാവയിൽ ചോദ്യമുണ്ട്. വഫാത്തായിപ്പോയ മഹാന്മാരോട് ചോദിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു, അതെ, അനുവദനീയമാണ്. അമ്പിയാക്കളെ അവരെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഔലിയാക്കളുടെ അവരെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കാം. അവർ വഫാത്തായി പോയാൽ ആ മുഅ്ജിസത്തും കറാമത്തും അതോടുകൂടി അവസാനിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞപ്പോൾ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുഅ്തൂനസ് സകാത്ത വഹും റാകിഊൻ. നിങ്ങളുടെ വലിയ അള്ളയാണ്, റസൂലാണ്, യഥാർത്ഥ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏതൊരു നിഷ്പക്ഷ ബുദ്ധിയുള്ള ആൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ആൾക്കും ഇവിടെ വലിയ എന്നതിൻ്റെ അർത്ഥം നാസിർ എന്നതല്ലാതെ ഇല്ല. അപ്പം ഇവരൊക്കെയും നമ്മുടെ സഹായികളാണ് നമ്മുടെ ആപൽ ഘട്ടങ്ങളിൽ. വമൻ യതവല്ലല്ലാഹു വറസൂലഹു, ആര് അള്ളാഹുവിനെയും റസൂലിനെയും വലിയായി സ്വീകരിക്കുന്നുവോ, വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അള്ളാഹുവിൻ്റെ പാർട്ടിയാണ്, അവരാണ് വിജയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ഒരു സദസ്സിൽ കുറേ സമയം ഇരുന്നപ്പോൾ കാലിനൊരു കോച്ചലുണ്ടായി. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉദ്കുർ അഹബ്ബന്നാസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേര് പറയൂ. ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുഹമ്മദ്, ഓ വിളി. ആ മഹബത്തിന്റെ വിളി വിളിച്ചപ്പോൾ അവർക്ക് അതിൽ നിന്ന് മോചനമുണ്ടായി, ആ അസുഖം മാറി. ഇത് മഹാന്മാരുടെ ജീവിതത്തിൽ അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്.